15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകേണ്ടെന്ന കേന്ദ്ര നയത്തിൽ ഇളവ് തേടി കേരളം. പുനരുപയോഗക്ഷമതയുള്ള വാഹനങ്ങളെ നയത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് കേന്ദ്രത്തിന് കത്തയച്ചു. വൻ സാമ്പത്തിക ബാധ്യത കൂടി കണക്കിലെടുത്താണ് സംസ്ഥാനത്തിന്റെ ഈ നീക്കം. കേന്ദ്ര സർക്കാരിന്റെ പൊളിക്കൽ നയം അഥവാ സ്ക്രാപ്പ് പോളിസി പ്രകാരം 2009 മുമ്പ് രജിസ്റ്റർ ചെയ്ത എല്ലാ സർക്കാർ വാഹനങ്ങളുടെയും കാലാവധി കഴിഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിൽ മാത്രം കാലാവധി പൂർത്തിയായ 50-ലധികം വാഹനങ്ങളുണ്ട്. ഭൂരിഭാഗവും പുനരുപയോഗക്ഷമതയുള്ളവ. ഇത്തരത്തിൽ സർക്കാർ, അർദ്ധ സർക്കാർ വകുപ്പുകളിലായി 100 കണക്കിന് വാഹനങ്ങളാണ് കേന്ദ്ര നയത്തിന്റെ ഭീഷണിയിലുള്ളത്. സ്ക്രാപ്പ് പോളിസി പ്രകാരം ഇതിൽ പലതിനും റീ രജിസ്ട്രേഷന് യോഗ്യതയില്ല. എന്നാൽ പുനരുപയോഗക്ഷമതയുള്ളവയെ മാത്രം റീ രജിസ്ട്രേഷൻ ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിയമത്തിൽ ഇളവ് തേടി കേന്ദ്രത്തിന് കത്തയച്ചത്. നിലവിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് 15 വർഷം കഴിഞ്ഞാലും റീ രജിസ്ട്രേഷൻ ചെയ്യാം. സർക്കാർ വാഹനങ്ങൾ കാലാവധി തീരും മുമ്പ് ലേലം ചെയ്ത് നൽകിയാൽ ലേലത്തിലെടുക്കുന്നവർക്ക് 15 വർഷം കഴിഞ്ഞാലും രജിസ്ട്രേഷൻ പുതുക്കി ഉപയോഗിക്കാനാകും. എന്നാൽ ഇതിന് സർക്കാർ നയപരമായ തീരുമാനമെടുക്കണം. ഇത് പലപ്പോഴും ചർച്ചയായി ഉയർന്നു വന്നിരുന്നുവെങ്കിലും മലിനീകരണം പരമാവധി ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നയത്തെ സർക്കാർ തന്നെ എതിർക്കുന്നതിന് തുല്യമാകുമെന്ന് കരുതിയാണ് നടപടികൾ ഉണ്ടാവാത്തത്. 24 തിരുവനന്തപുരം.